എറണാകുളം സൗത്തിൽ വന്നതാണ്. ഒരു പ്രത്യേക ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എറണാകുളം സൗത്തിൽ വരാനിടയായത്. ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം നമ്മുടെ സെക്സ് വർക്കേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനക്കാരായിട്ടുള്ള ആളുകളാണ്. ഒരു 18 വയസ്സ് മുതലുള്ള ഇതുണ്ട്, അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവർ ഓടി എന്നെ കാണുമ്പോഴേക്കും ഇത് കണ്ടില്ല. ഇവരൊക്കെ ഈ നിൽക്കുന്ന സ്ത്രീയൊക്കെ അതാണ്. ഈ ചേട്ടൻ മെയിനായിട്ട് പറയണത്, അതായത് എറണാകുളം സൗത്തിൽ റെഡ് സ്ട്രീറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അതായത് മലയാളികളും കുറേ അന്യസംസ്ഥാന പെൺകുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക് പിടിച്ചിട്ടുണ്ട്. കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എറണാകുളത്തുള്ളത് ഇതേ കാഴ്ച ഞാനും കണ്ടതാണ്. ഇത് തെറ്റല്ല, അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇതൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. സത്യമായിട്ടും ഭാര്യ മരിച്ചു പോയവർ അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്നവർക്ക് മനുഷ്യരാണ് അവർക്കും വികാരങ്ങളും വിചാരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്ത ചേട്ടൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരൻ്റെ പിന്നാലെ ക്യാമറയും തൂക്കി പോകില്ല. കാരണം അതൊക്കെ റിയാക്ട് ചെയ്യൂലേ. ഇവർ ഒരു നേരത്തിന് ഫുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്, ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് അവർക്കൊരു കാർഡ് കൊടുക്കുക. അതിൽ കൃത്യമായിട്ട് അവരെ ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയതിൻ്റെ കാർഡായിരിക്കണം. എയ്ഡ്സ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇത് പച്ചയ്ക്ക് പറയാൻ കാരണം കേരളത്തിൽ ഇനിയും നേരം വെളുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവരോടാണ്. ഇനി ക്യാമറയും പിടിച്ച് അവരെ പിന്നാലെ പോകരുത്. വളരെ മോശപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് അത്ര സങ്കടമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. വെറുതെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കണേ? നിങ്ങൾ പറയണത് ശരിയുമാണ്. കാര്യം എന്ന് വെച്ചാൽ എയ്ഡ്സ് എല്ലാം സമൂഹത്തിൽ വളരാൻ അവർ ഭയങ്കരമായിട്ട് കാരണമുണ്ട്. പക്ഷെ അത് അവർ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതങ്ങനെയല്ലേ ചെയ്യുക. ഇപ്പോഴും സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ. ഞാൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ബട്ട് ഏകദേശം ആളുകളൊക്കെ ഇതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.